പെറുവിലെ ഈറ്റൻ എന്ന നഗരത്തിൽ 17-ാം നൂറ്റാണ്ടിൽ, കൃത്യമായി പറഞ്ഞാൽ 1649 ജൂൺ 2-നാണ് ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുന്നത്. ഈറ്റനിലെ സെന്റ് മേരി മാഗ്ദലീന ദേവാലയത്തിൽ കോർപ്പസ് ക്രിസ്റ്റി തിരുനാളിന്റെ തലേന്ന് സന്ധ്യാസമയത്ത് ആരാധനയ്ക്കായി ഉയർത്തിവച്ചിരുന്ന തിരുവോസ്തിയിൽ ഉണ്ണീശോയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടതായി വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് പള്ളിയിലുണ്ടായിരുന്ന നിരവധി വിശ്വാസികളും ഫ്രാൻസിസ്കൻ വൈദികരും ഈ അത്ഭുതത്തിന് ദൃക്സാക്ഷികളായിരുന്നു. സ്വർണ്ണ നിറത്തിലുള്ള മുടിയോട് കൂടിയ ഉണ്ണീശോയുടെ രൂപമാണ് തിരുവോസ്തിയിൽ അന്ന് കണ്ടതെന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഈറ്റൻ നഗരം പെറുവിലെ വിശുദ്ധ കുർബാന നഗരം, യൂക്കറിസ്റ്റിക് സിറ്റി ഓഫ് പെറു എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അതേ വർഷം ജൂലൈ 22-ന് വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ തിരുനാൾ ദിനത്തിൽ രണ്ടാമതും അത്ഭുതം ആവർത്തിച്ചു. അന്ന് ഓസ്തിയിൽ ഉണ്ണീശോയുടെ രൂപത്തോടൊപ്പം പരസ്പരം ബന്ധിക്കപ്പെട്ട 3 ഹൃദയങ്ങളും, അതായത് പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രതീകം പോലെയൊന്ന് കാണപ്പെട്ടതായി പറയപ്പെടുന്നു. എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ഈ അത്ഭുതത്തിന്റെ സ്മരണയ്ക്കായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈറ്റനിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരുവോസ്തിയിൽ ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ചരിത്രപരമായ സംഭവത്തെ അനുസ്മരിപ്പിക്കാൻ ഒരു രൂപം പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഡിവിനോ നിനോ ഡെൽ മിലാഗോ അഥവാ ഈറ്റനിലെ അത്ഭുത ബാലൻ എന്ന പേരിലാണ് ഈ രൂപം അറിയപ്പെടുന്നത്. സ്വർണ്ണ നിറത്തിലുള്ള രശ്മികൾ ചുറ്റുമുള്ള ഒരു വലിയ പ്രഭാവവലയത്തിന്റെ ഉള്ളിലായാണ് ഈ രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് വിശുദ്ധ കുർബാനയിലെ അത്ഭുതത്തെ അനുസ്മരിപ്പിക്കുന്നു. പെറുവിയൻ സംസ്കാരത്തിന് അനുയോജ്യമായ പരമ്പരാഗത വസ്ത്രങ്ങളും തൊപ്പിയുമാണ് രൂപത്തിന് നൽകിയിരിക്കുന്നത്. സാധാരണയായി ചുവപ്പ് നിറത്തിലുള്ള രാജകീയ വസ്ത്രങ്ങളാണ് ഉണ്ണീശോയെ ധരിപ്പിക്കാറുള്ളത്. വസ്ത്രങ്ങളിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയ അതിമനോഹരമായ അലങ്കാര പണികളും കാണാം. രൂപത്തിന്റെ നെഞ്ചോട് ചേർന്ന് ഒരു തിരുവോസ്തിയും കാസയും ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ അടയാളമാണ്. ഒരു കൈയിൽ അനുഗ്രഹിക്കുന്ന മുദ്രയും മറുകൈയിൽ പൂക്കളും ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. തലയിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് അലങ്കരിച്ച വട്ടത്തിലുള്ള ഒരു തൊപ്പി ധരിച്ചിരിക്കുന്നതായി കാണാം. ഇത് പെറുവിലെ പ്രാദേശിക സംസ്കാരവുമായി ചേർത്ത് വെക്കാവുന്ന ഒന്നാണ്. ഈറ്റനിലെ ഈ അത്ഭുത ബാലൻ പെറുവിലെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വലിയൊരു ഭാഗമാണ്. എല്ലാ വർഷവും ജൂലൈ 22-ന് ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന വലിയൊരു തിരുനാൾ ഇവിടെ ആഘോഷിക്കാറുണ്ട്. പുതിയ മാർപ്പാപ്പ ലിയോ 14 മുമ്പ് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് ആയിരുന്ന സമയത്ത് ഈ അത്ഭുതം നടന്ന സ്ഥലം ഉൾപ്പെടുന്ന ചിക്ലായോ രൂപതയുടെ മെത്രാനായിരുന്നു. 2019-ൽ അദ്ദേഹം ഈ അത്ഭുതത്തിന് വത്തിക്കാന്റെ ഔദ്യോഗിക അംഗീകാരം തേടി 20,000-ഓളം സാക്ഷ്യപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു.